ആമുഖം പാർട്ട് 2. ഇനി ദാറ്റ് അതായത് അത് എന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞു പഠിക്കാം. That is a chair. That is a bangle. That is a rainbow. That is a cloud. That is a raindrop. That is a sound. That is a ball. That is a house. That is a hut. That is a pond. That is a swing. That is a good thing. That is a doll. That is a nice idea. That is a beautiful picture. That is a great book. That is a nice thought. That is a rough place. That is a huge dam. എക്സെപ്ഷൻസ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ എന്ന ലിപിയെക്കുറിച്ചാണ്. ഈ ലിപിക്ക് ഒരു എന്ന അർത്ഥമുണ്ട്. എന്നാൽ ചില വാക്കുകളുടെ മുന്നിൽ ഒരു എന്ന അർത്ഥത്തിൽ എ ഉപയോഗിക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ എ എന്നതിന് പകരം ആൻ എന്ന ശബ്ദം സ്വമേധയാ വന്നു ചേരും. ഉദാഹരണത്തിന് എ ആപ്പിൾ എന്നല്ല ശബ്ദം വരിക, മറിച്ച് ആൻ ആപ്പിൾ എന്ന ശബ്ദമാണ് വരിക. ഈ ശബ്ദവ്യത്യാസം വരുന്നത് എ ഇ ഐ ഒ യു തുടങ്ങിയ ലിപികൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിൽ ഒരു എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ്. ഈ എ ഇ ഐ ഒ യു എന്ന ലിപികൾക്ക് വവൽസ് എന്നാണ് പറയുക. അപ്പോൾ ഏതെങ്കിലും വവൽ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിൽ എ ഉപയോഗിക്കുന്നതിന് പകരം ആൻ ഉപയോഗിക്കേണ്ടതാണ്. ഒരു വാക്കിന്റെ തുടക്കം ഏതെങ്കിലും വവൽ ശബ്ദത്താൽ ആണെങ്കിലും ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ നിയമത്തിന് ചില വാക്കുകളുടെ കാര്യത്തിൽ ഒഴിവുണ്ട്. അതിനെക്കുറിച്ച് അടുത്തതായി പറയാം. ഇപ്പോൾ താഴെ നൽകിയിട്ടുള്ള വാക്യങ്ങൾ കേട്ടും ആവർത്തിച്ചും പഠിക്കുക. I want an apple. He bought an elephant. She is going to be an engineer. It is an oval shape. We are eating an ice cream. Titanic was hit by an iceberg. He was a general without an army. He was an object of ridicule. Everyone had an interest in seeing him dead. He was an able writer. She was an admirable painter. He gave me an outline map.
He was not an unsuccessful businessman. She was an excellent cook. It was an astonishing incident. He was an author with a lot of readers. It was an airless room. He was an editor who no one liked. As an art, it was of no use. There was an aroma in the room. She was an intimate friend of mine. I bought an umbrella. ഇനി നമുക്ക് മുകളിൽ നൽകിയ നിയമം ഒഴിവാക്കുന്ന വാക്കുകളെ നോക്കാം. ഇവ കൂടി കേട്ട് പഠിക്കുക. ശരിയായ ഉച്ചാരണത്തിൽ പറഞ്ഞു പരിശീലിക്കുക. എക്സെപ്ഷൻസ്, ഒഴിവുകൾ. Exceptions. He is a university professor. It is a unique opportunity. It was a universal rule. It was a unit used in the earlier days. It was a unanimous decision. It was a one-eyed bird. ശ്രദ്ധിക്കുക. ഇറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് എന്നും ഇത് എന്നുമാണ്. എന്നാൽ ഈ രണ്ടർത്ഥവും വരാത്ത അവസരങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഇറ്റ് ഇസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ അത് മഴ പെയ്യുകയാണ് എന്നോ ഇത് മഴ പെയ്യുകയാണ് എന്നോ ഉള്ള അർത്ഥമല്ല വരുന്നത്. It is raining. It was raining. ഇറ്റ് ഇസ് റെയിനിങ് എന്നതിൻ്റെ അർത്ഥം മഴ പെയ്യുകയാണ് എന്നാണ്. ഇറ്റ് വാസ് റെയിനിങ് എന്നതിൻ്റെ അർത്ഥം മഴ പെയ്യുകയായിരുന്നു എന്നാണ്. ദ. ഇനി നമുക്ക് ദ എന്ന പദത്തെ എടുക്കാം. ദ എന്ന പദം ഏതെങ്കിലും വാക്കിന് മുന്നിൽ വന്നാൽ പ്രസക്തമായത് അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടത് എന്ന രീതിയിലുള്ള അർത്ഥമാണ് വരിക. ഈ ഉദാഹരണങ്ങൾ നോക്കുക. I drank tea. ഞാൻ ചായ കുടിച്ചു. I drank the tea. ഞാൻ പരാമർശിക്കപ്പെട്ട ആ ചായ കുടിച്ചു. മലയാളത്തിൽ ലളിതമായ രീതിയിൽ ഈ രണ്ട് ഇംഗ്ലീഷ് വാക്യങ്ങളും തർജ്ജമ ചെയ്യുമ്പോൾ അർത്ഥം ഞാൻ ചായ കുടിച്ചു എന്നാണ് വരുന്നതെങ്കിലും I drank the tea എന്ന് പറയുമ്പോൾ പ്രസക്തമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉദ്ദേശിച്ചതോ സൂചിപ്പിച്ചതോ ആയ ചായ എന്നർത്ഥം വരുന്നു. അതുകൊണ്ട് തന്നെ I drank the tea എന്ന വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ ആ ചായ കുടിച്ചു എന്നതാവും കൂടുതൽ ശരി. ദ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ സാധാരണയായി രണ്ട് ഉച്ചാരണങ്ങളാണ് ഉപയോഗിക്കപ്പെടാറ്. ഈ വാക്കിൻ്റെ പൊതുവായ ഉച്ചാരണം ദ എന്നതിന് അടുത്താണ്. എന്നാൽ വവൽസ് അഥവാ എ ഇ
IOU എന്നീ ലിപികളാൽ തുടങ്ങുന്ന വാക്കുകളുടെയും ആ ലിപികളുടെ ശബ്ദത്താൽ തുടങ്ങുന്ന വാക്കുകളുടെയും മുന്നിൽ ദ വരുമ്പോൾ ഉച്ചാരണം ദി എന്നതിന് അടുത്തായി മാറും. ശബ്ദരേഖ കേൾക്കുക. This is the boy who threw stones at the bus. The man in this photo is Mr. Veerappan. The girl who came here is our neighbor. He is the police officer who killed him. Did you drink the tea which was here? This is the car which I bought from Delhi. The mangoes in this basket are not ripe. The huge response we got was quite unexpected. He is the person who created all this problem. Please call the hospital. Did you phone the doctor? I bought the car yesterday. He went to bring the bag. I got back the money I lost yesterday. Even if it rains, the game will continue. This is the main sheet. This is the orange I bought yesterday. This is the apple which you gave me last week. ക്യാപിറ്റൽ ലെറ്റർ. ഇംഗ്ലീഷിൽ എഴുതുന്ന അവസരത്തിൽ വാക്യങ്ങൾ ആരംഭിക്കേണ്ടുന്നത് ക്യാപിറ്റൽ ലെറ്റർ അഥവാ വലിയ അക്ഷരത്തിലാണ്. എന്നുവച്ചാൽ വാക്കിൻ്റെ ആദ്യ അക്ഷരം വലിയ അക്ഷരമായിരിക്കണം എന്ന്. അതുപോലെ തന്നെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ, പുസ്തകങ്ങൾ, സിനിമാ പേരുകൾ തുടങ്ങിയ ചില കാര്യങ്ങളുടെ പേരുകൾ എഴുതുന്ന അവസരത്തിലും ആ വാക്കുകളുടെ ആദ്യ അക്ഷരം വലിയ അക്ഷരം ആയിരിക്കണം.